എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൗമ്യയാണ്. കർണാടകയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ കൂർഗിലെ ബൈലക് ബേയിലെ സുവർണ ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് തിബറ്റൻ സെറ്റിൽമെൻറ്റിൽ ഒന്നാണ് നാംട്രോളിംഗ് മൊണസ്ട്രി എന്നറിയപ്പെടുന്ന ഗോൾഡൻ ടെമ്പിൾ. പത്മസംഭവ ബുദ്ധവിഹാരം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ നാമം. 1950 ചൈനയുടെ അധിനിവേശം ആരംഭിച്ചത് മുതലാണ് തിബറ്റിൻ്റെ കഷ്ടകാലം ആരംഭിച്ചത് എന്ന് പറയാം. കയറി വരുമ്പോൾ ഫ്രണ്ടിലായിട്ട് ഹിസ് ഹൈനസ് പെനോ റെംബോച്ചയുടെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. ടിപ്പിക്കൽ ടിബറ്റൻ രീതിയിലുള്ള ചിത്രപ്പണികൾ ചെയ്ത വാതിലുകളും മറ്റും നമുക്കിവിടെ കാണാം. സൗത്ത് ഇന്ത്യയിലുള്ളവർക്ക് അധികം ദൂരെ പോകാതെ തന്നെ തിബറ്റൻ കൾച്ചറും മറ്റും മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതിയാകും. ഒരു മണി ഇവിടെ കാണാം, അതിൽ അവരുടെ പ്രയറും മറ്റും എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ട ബിൽഡിങ്ങിൽ ശരിക്കും ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല. അവിടെ അവരുടെ പ്രാർത്ഥനകളും മറ്റും നടക്കുന്നുണ്ട്. ഈ കാണുന്ന ബിൽഡിങ്ങിനകത്താണ് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമുള്ളത്. അകത്തേക്ക് പോകുമ്പോൾ 3 വലിയ പ്രതിമകൾ നമുക്ക് കാണാം. നടുക്കായിട്ട് ബുദ്ധൻ്റെ പ്രതിമയാണുള്ളത്. വളരെ മനോഹരമായ തിബറ്റൻ ചിത്രകലയുടെ ഒരു നേർക്കാഴ്ചയാണ് ഇതെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവിടെ എല്ലാം നിറയെ മന്ത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. റിംബോച്ചമാരുടെ ചിത്രങ്ങളും വെച്ചിരിക്കുന്നത് കാണാം. കിളികളുടെ കളകളനാദമെല്ലാം കേട്ട് വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്കിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. नैनों के घाट ले जा, नैनों की नैया, पतवार तू है मेरी, तू केवैया। खड़े पे नैना काले, नैनों के घाट ले जा, नैनों की नैया. ഏത് മതത്തിൽപ്പെട്ടവർക്കും ആർക്കും വരാവുന്ന ഒരു സ്ഥലമാണ് ഈ സുവർണ ക്ഷേത്രം. ഇവിടെ നിറയെ വിളക്കുകളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ബുദ്ധ സന്യാസിമാരെ നമുക്ക് ഇവിടെ നിറയെ അതിമന്ദിരങ്ങളും ആശ്രമത്തിൻ്റെ ഓഫീസുകളും ഒക്കെ നമുക്ക് ചുറ്റിനും കാണാം. ഒരുപാട് കടകളും മറ്റുമൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള തിബറ്റൻ രീതിയിലുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാവുന്നതാണ്. खुदाया तो गवाही
സുവർണ ക്ഷേത്രത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇനി ബാംബു ഫോറസ്റ്റിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ.